വിടാക്കളെ, കുഞ്ഞുകുട്ടി വിടാങ്ങളെ, എന്റെ പരിയാറ്റ തറവാടാധാരമായിട്ട് പാതലാഹംബരം എനക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വത്തുവെള്ളാധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന മുന്നായിയാണ് എനക്ക് എടുത്ത് വഴക്കം ചെയ്തു. ഇതിന്റെ പേർനാമം കേൾക്കണം. അതിനാണ് അപ്രകാരമാണല്ലേ. വടക്കരാജ മുമ്പേതായിട്ട് എന്തൊരു വസ്തു എന്നല്ലാടി എനക്കേ അറിയും അല്ലേ. വടക്കരാജ മുമ്പേതായിട്ട് ലവണം അല്ലേ, അല്ലെ അപ്രകാരല്ലേ ഇല്ലേ. വരങ്ങുമാരെല്ലാം പോയിനാ വടക്ക് പോയിട്ടേ ഇല്ല. സന്തോഷം. വടക്ക് രാജ്യം മുമ്പേതായിട്ട് അല്ലെ ലവണം എന്നിരിക്കുന്ന എണ്ണമാണിത്. ഇത് മലയാള ഭാഷയിൽ എന്താന്ന് പറയലേ, ഉപ്പായിരിക്കുന്ന എണ്ണമാണ് അല്ലേ. ഇത് കല്ലുപ്പാണ് അല്ലേ. ആദ്യത്തെ ഇത് കല്ലുപ്പല്ലേ. ഇതെല്ലാം നല്ല കുറുക്കിയിട്ടെല്ലാം ഉണ്ടാക്കിയതല്ലേ അല്ലേ. സന്തോഷം തന്നെയാണ്. ഇത് പഞ്ചങ്ങൾ 5 18 കൂട്ടം സാധനം വെച്ച് പാകം ചെയ്യുമ്പം വാരി അരിട്ടാൽ മതി. എന്നാലും നല്ല രുചി ഉണ്ടാവും അല്ല വൈദ്യങ്ങളെ. അല്ലേ വൈദ്യങ്ങളെ? വൈദ്യങ്ങളോട് അല്ലേ. അപ്രകാരം വാരി ഇടണം അല്ലേ. ഓരോരോ പിടിയായിട്ട് അതിലിടുക. അത് 5 ഇട്ടാണ് അല്ലേ. ഇത് കണ്ടേ എങ്ങനെയാണ് രുചിക്ക് തക്കവണ്ണമാണ് ഇത് ഉപയോഗിക്കല് അല്ലേ. പാകത്തിന് അല്ലേ. നല്ലവണ്ണം പാചകം ചെയ്യുന്ന വൈദ്യങ്ങന്മാരിലും ഉണ്ടാവും. അതുപോലെ വല്ലാക്കന്മാർക്കെല്ലാം പാചകം ചെയ്യാനറിയാം. വൈദ്യങ്ങൾക്ക് മാത്രമല്ല അല്ലേ വല്ലാക്കന്മാരെ. അന്നേരം അതിന്റെ രുചിയും എല്ലാം നോക്കിയിട്ട് എന്റെ കല്ലാടിമാർക്കെല്ലാം അറിയാം അല്ലല്ലേടി. അന്നേരം അതിന്റെ രുചിയെല്ലാം എങ്ങനെയാന്ന് നോക്കിയിട്ടാണ് ഇതെല്ലാം ഉണ്ടല്. അത് കൊടുത്താൽ തണ്ടും പടം കൊടുത്തിട്ട് വേക്കലേ ഓടും വല്ലാക്കന്മാര് കണ്ട വൈദ്യങ്ങന്മാരെ. അത് കൊടുത്തു കൊടുക്കല്ലേ. സന്തോഷായി. കല്ലാടി തൃച്ചംബരം എന്നാണ് ഇങ്ങോട്ട് വാ. കൈ എടുക്കിട ഇവിടെ നിന്ന്. ഇത് വടക്കരാജ്യം മുമ്പേതായിട്ട് കാന്താരി അതല്ലേ. ബജ്ജി മുളച്ചി അല്ലേ. കാന്താരി വടക്കരാജ്യം മുമ്പേതായിട്ട് ബജ്ജി മുളച്ചിയോണ്ട് കാന്താരിയാണ് എന്റെ വൈദ്യങ്ങൾ പറയല് അല്ലേ. അങ്ങനെ ഇന്ന് ഇവിടെ കൂടിയവരെല്ലാം കാന്താരി എന്നിരിക്കുന്നതാണല്ലോ അല്ലേ. ഇതിന്റെ ചൊടരാന്ന് ഭയങ്കരം അല്ലേ വൈദ്യങ്ങളെ. നിദ്രയുണ്ടാ? അല്ല ആർക്കെങ്കിലും നിദ്രയുണ്ടോന്ന്. എന്റെ സന്താനങ്ങൾക്കേ ഉണ്ടാവും, കുഞ്ഞു സന്താനങ്ങൾ അല്ലേ. എന്നാലോ എണീച്ചൊരാടി ഇരുന്ന് എന്റെ കുറച്ചമ്മേന്ന് പറഞ്ഞാൽ കഴിയും. അത് വേണ്ടല്ല അല്ലേ. വേണ്ടുന്നവർക്കേ വേണ്ടു അല്ലേ. സന്തോഷം. പിന്നെ മറ്റേ ഇല്ല അല്ലേ. പാട്ട് പറഞ്ഞായിരിക്കുന്ന വെച്ചിട്ടില്ല. അപ്രകാരം പോലല്ല. എന്റെ എണ്ണങ്ങളെല്ലാം വേണ്ടേ ഓർത്തു. വേറെ എല്ലാം കൂടെ എന്നാ പറയല് തേങ്ങാപ്പൂള് അലകാന്നും പറയും അല്ലേ. സംസ്കൃത പദമാണ്. ഇത് കേട്ടെ. ഇതിന്റെ ദ്രവ്യം കൂടും കുറയും ചെയ്യും. ഇപ്പം ദ്രവ്യം കൂടിയിട്ടേ വല്ലാക്കളെ ദ്രവ്യം കൂടിയിട്ടേ അല്ലെ. കൂടിയിട്ടേ നല്ലോണം കൂടിയിട്ടേ ഇത് കിട്ടണമെങ്കിൽ ധനം നല്ലോണം കൊടുക്കണം അല്ലേ. നമുക്കുണ്ടായിടാ പറിച്ചു കൊടുക്കാൻ ഉണ്ടാ. എന്റേതായിരിക്കുന്ന ഞാനിരിക്കുന്ന ജന്മഭൂമിയിലൊന്നും ഇല്ല അല്ലേ. വടക്കേ രാജ്യം മുമ്പേതായിട്ട് എന്തൊരു വസ്തു അത്. കൊടാക്കണ്ടി അല്ലേ. കരിമ്പ് ആട്ടിക്കുറുക്കി വെച്ചിരിക്കുന്ന എണ്ണമാണ്. വെല്ലമായിരിക്കുന്ന എണ്ണം. ചക്കരയാണ് വേണ്ടത്. അതിനാണ് വടക്ക് പോയിന് വെച്ചിന്. ചക്കരയൊന്നും ഇല്ല അല്ലേ. എന്നെ വൈദ്യങ്ങളെ ഇതെല്ലാം ഇങ്ങനെ അരിയതിന് എല്ലാം കൊടുത്തുമ്പോ തിന്നണം വിചാരിച്ചിട്ടല്ലേ. സന്തോഷം തന്നെയാണ്. ഇതെന്താ വാളയാണല്ലേ. പഴം എന്നായിരിക്കുന്ന എണ്ണം. സോദരി പഴം തന്നെയാ. വാഴെങ്കിൽ നല്ലത് സോദരി, അല്ലെങ്കിൽ കറുവപ്പില്ലി, ഉച്ചത്തെങ്കിൽ മാവുമ്പിലാവുകയാണ്. സന്തോഷം തന്നെയാണല്ലോ. കറിയൊന്നും ചോദിക്കണ്ട. എന്തായിരിക്കും പുളിശ്ശേരി തന്നെ ആയിരിക്കും അല്ലേ. സന്തോഷം. വടക്കരാജ്യം മുമ്പേതായിട്ട് എന്തൊരു വസ്തുവാണ്. ഒരു മെരുവത്തെ കണ്ട് പാകം ചെയ്തിട്ടുണ്ട് അല്ലേ. കോടിത്ത കജിപ്പ് പോയിക്കൂടാണ്ട് കല്ലാടി കൊണ്ട് വയ്ക്കോ. പോയാ കല്ലാടി പോയിക്കൂടാണ്ട് കൊണ്ട് വയ്ക്കണ്ട ഇല്ല. സന്തോഷം തന്നെയാണ് ചേട്ടൻ. ഇത് കോടിത്ത കജിപ്പ്. പിന്നെ വാങ്ങി കൊടുത്തു കുറേ ഉണ്ടല്ലോ കെട്ടി തൂക്കിയിട്ട് അല്ലേ.
എന്നെ ആരോ നിസാരം പറയുന്നത് ഓന്റെ അകത്തറച്ച് പറിച്ചിട്ട് ഞാൻ ഇതുവരെ ഇവിടെ കോത്തിട്ട് വെക്കും കേട്ടുവാ എന്നാ നിന്നിക്കുന്നവരാ കേട്ടോ ഇതങ്ങളെ അല്ലേ എല്ലാ കടലോ അതില്ല വെള്ളാടിമാർക്കും കാണുന്നില്ല ആ ഇവിടൊക്കെ രാജമുമ്പേതായിട്ടൊന്നൊരു വസ്തു ഒന്നല്ലാടി അസ്ഥലത്തും ഇസ്ഥലത്തും കയ്പൊക്കെ തന്നെ മുള്ളം കയ്പൊക്കെ മുള്ളം നാരങ്ങ പാണ്ടി പടവളം എന്നിരിക്കുന്ന എണ്ണം തന്നെയാണല്ലേ ഇത് ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടിയുടെ അങ്ങളൊന്നും സേവിക്കുക തയ്ക്കുക ഇല്ല ഇല്ല പക്ഷെ ഇതെല്ലാം എങ്ങനെയാന്ന് ഇതെല്ലാം ഇപ്പൊ ഞങ്ങളെ ഇതെല്ലാം വാണിഭ സ്ഥലത്തുനിന്ന് വാങ്ങിയതാണോ അല്ല നട്ടുണ്ടാക്കിയതാണോ വാങ്ങിയതാണോ സന്തോഷം തന്നെയാണ് വടക്ക് രാജമുമ്പേതായിട്ട് അപ്പളെ അല്ലേ ഇത് സദ്യയിൽ കേമനാന്നല്ലോ അല്ലേ പാതകത്തിന് വേണ്ട പാതകം തവിട് പൊടിയാവും ഇതോ അങ്ങനെ നിൽക്കും അല്ലേ നല്ല ബലമുണ്ട് അല്ലേ പാതം പിടിച്ചിട്ടുണ്ട് സന്തോഷം കുറച്ചമ്മ അനുകൂലിച്ചോണ്ട് ശർക്കര ചോറുണ്ട് ഇതിനൊന്നും കണ്ടാ തിരിയുന്നില്ല കേട്ടോ എല്ലാം അപ്പന്നെ വടക്ക് രാജമുമ്പേതായിട്ട് ചീപ്പത്തെണ്ണ മലയാളം ഭാഷയിലെന്നാ പറയലേ എന്നാ ഞങ്ങളെ പറയലേ അപ്പൊ ഇതങ്ങള് ആദ്യമേ ആലോചിച്ച് വെച്ചു കൊച്ചമ്മ മറുപകരം എന്നങ്ങ് പറയുന്നു അല്ലേ ഇരിക്കട്ടെ ചക്കര ചോറ് പറഞ്ഞാൽ ഞാൻ പറയും അല്ലേ ചക്കര കിട്ടാൻ അസാധ്യമാണ് പിന്നെങ്ങനെ ചക്കര ചോറ് ആവലേ ഇത് വെള്ളച്ചോറ് എങ്കിലും എങ്ങനെയാ പറയലേ സർവ്വധാരമായിട്ട് വയറുവേനയോ തലവേനയോ വരുമ്പം നായും പിടിയൊരു ചക്കര ചോറ് അല്ലേ നിവേദിക്ക പറഞ്ഞാൽ തല ശമിപ്പിക്കും സന്തോഷം പാണ്ടിനടിയോ അല്ലേ ഇത് വയനാട്ട് കുലവനും എനക്ക് തന്നെയാണ് ഉണ്ടായത് അല്ലേ ഇത് നിരിപ്പട ഓട്ടട അപ്പം ഒന്നാണ് നിരിപ്പിലാണോ ഓട്ടടയാണോ അല്ലേ ഓട്ടടയാണ് സന്തോഷമായി വടക്ക് രാജമുമ്പേതായിട്ട് ഉടുപ്പ് അല്ലേ മലയാളം ഭാഷയിൽ എന്നാ പറയല് അന്നം എന്നിരിക്കുന്ന അണ്ണം അതെല്ലാം വിശേഷിച്ചു ഇത് അന്നം എന്നിരിക്കുന്ന അണ്ണെന്ന് അന്നദാതാവ് ആരാണ് ചെറുകുന്നത്ത് അമ്മയാണ് അഗ്രശാല മാതാവാന്നല്ലേ ഞാനും അടുക്കള പരിശോധനക്കാരിയാണ് അല്ലേ നിങ്ങളെല്ലാം വെച്ചുണ്ടാക്കുമ്പോൾ ഞാനും അടുത്ത് തന്നെ ഉണ്ടാവും സന്തോഷമായി ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന ആധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന 3000 പേർനാമലം കേട്ടില്ലേ സേവിക്കോട്ടോ ഇനി